നമസ്കാരം, ഞാൻ ഡോക്ടർ തങ്കം, ഡയബറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജാണ്. ഇന്ന് ഞാൻ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനിലെ പ്രധാനപ്പെട്ട പാദസംരക്ഷണത്തെ പറ്റിയാണ് പറയുന്നത്. പ്രമേഹമുള്ള ഒരാൾക്ക് പല കോംപ്ലിക്കേഷൻസും വരാം. അതായത് വലിയ രക്തക്കുഴലിൽ അഫക്റ്റ് ചെയ്താൽ നമുക്ക് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാം. അതിനെ ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയും. ഹാർട്ടിനെ അഫക്റ്റ് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. പാദങ്ങളിലെ രക്തക്കുഴലിനെ അഫക്റ്റ് ചെയ്താൽ ഫുട്ട് അറ്റാക്ക് എന്ന് പറയും. ഫുട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാദം നഷ്ടമാകും. പാദം ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രമാണ് നമ്മൾ പാദത്തെപ്പറ്റി ശ്രദ്ധിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പേഷ്യൻറ്റിനോട് സംസാരിച്ച് ഞാൻ ഒരു ഡെമോ ചെയ്തു തരാം. എന്തൊക്കെയാണ് പാദത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പ്രമേഹം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഒരു 2 മാസത്തിനിപ്പുറമാണ് ഈ മരുന്ന് കഴിച്ചപ്പോഴാണ് കാണുന്നത്. അതുവരെ ഇതില്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു. കാലുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നു? കാലില് ഇപ്പോഴും ഈ മുളം കാല് ഒരാഴ്ച കൊണ്ട് ഭയങ്കര തരിപ്പ്. ശരി ശരി. അല്ലാതെ അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ശരി. പാദത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇതുവരെ വന്നിട്ടില്ല. ശരി. ഇപ്പോൾ ഒരു പ്രമേഹം ഇപ്പം തുടങ്ങിയാലും നമുക്ക് കാലുകൾക്ക് ദോഷമുണ്ടാകാം. കാരണം നേരത്തെ പ്രമേഹമുള്ള ഒരു 20 വർഷമായ ആൾക്കാർക്ക് കാലിന് സെൻസേഷൻ കുറഞ്ഞാലും പ്രമേഹം ഇപ്പോൾ തുടങ്ങിയാലും പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ പേഷ്യൻറ്റിനെ 2 മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും കാലിലോട്ടുള്ള സെൻസേഷൻ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കത് കാല് മുറിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിക്കാതെ നോക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. ഞാനിവിടുത്തെ പോഡിയാട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണ്. എൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോഡിയാട്രിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എല്ലാ പേഷ്യൻസിൻ്റെ പാദം പരിശോധിച്ച് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ അടുത്ത് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാലുകളിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മുഖം എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുവോ അതുപോലെ കാൽപാദങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നാണ് നമ്മൾ എല്ലാ രോഗികളോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫുഡ് കെയർ ആണ്. അതായത് പേഷ്യൻസിൻ്റെ കാലുകളിൽ നിന്ന് ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് കാലുകളിലോട്ടുള്ള സർക്കുലേഷൻ കുറയും, അതുപോലെ തന്നെ നെയിൽസ് കട്ടിയായിട്ട് വരും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് നഖം വെട്ടാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാനിന്നൊരു പേഷ്യൻ്റ് ഡെമോ ആണ് കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ ഫുഡ് കെയർ ചെയ്യുന്നതെന്നുള്ളത്. ഗുഡ് ഈവനിങ് മിസ്റ്റർ വേലുപ്പിള്ളൈ. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. ഞാനിപ്പോൾ കാലിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കുകയാണ്. കാലൊന്ന് പരിശോധിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള കാര്യം, ടെൻഷനൊന്നും അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാലൊന്ന് കാണിക്കാമോ? അപ്പം നമ്മൾ പ്രധാനമായിട്ടും കാലുകളിൽ നമ്മൾ നോക്കുന്നത് ആണുങ്ങളിലാണെങ്കിൽ മുടി കൊഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും. മുടി കൊഴിഞ്ഞിട്ടുണ്ടോ, കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ നെയിൽസ് നഖങ്ങൾ കട്ടിയായിട്ടിരിക്കുന്നത് കണ്ടില്ലേ. നമുക്കിത് സ്വന്തമായിട്ട് വെട്ടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നത്, ഫുഡ് കെയർ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫംഗസ് വന്ന ഇഷ്യൂസാണ്. അതായത് വിരലിനിടയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇതൊരു കൂണ്ടായിട്ട് ഭാവിയിൽ മാറും. നമ്മളിത് പ്രധാനമായിട്ടും ഞങ്ങളിത് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു അൾസർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മളൊരു അൾസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് നോക്കി കാലിൽ വെരിക്കോസ് വെയിനൊക്കെ ഉണ്ട്. വെരിക്കോസ് വെയിൻ്റെ ഒപ്പം സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈനെസ് ഉണ്ട്, കാലിന് നല്ലപോലെ ഡ്രൈനെസ് ഉണ്ട്. പിന്നെ ഉള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഹെയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു ഡിസ്കളറേഷൻ പോലെയുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് ഇത്രയും നമ്മളിത് ക്ലിയർ ചെയ്തെന്ന് നമ്മളിന്ന് പോകാൻ നേരത്ത് മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനേക്കാളും അടിപൊളിയായിട്ട് കാല് ഞങ്ങൾ റെഡിയാക്കി തരും. ഓക്കെ. തുടക്കം എന്ന് പറയുന്നത് നമ്മൾ കാലൊന്ന് കുതിർത്ത് വയ്ക്കും. അപ്പോൾ കുതിർത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം ഉപയോഗിക്കുക. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ നമ്മൾ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കുതിർത്ത് വയ്ക്കുക. അഥവാ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കൈയുടെ എൽബോ വെച്ച് നമ്മൾ തൊട്ട് നോക്കണം. കൈയുടെ ഇവിടെ വെച്ച് തൊട്ട് നോക്കി ഈ ചൂട് എനിക്ക് ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കാലുകളിലോട്ട് ചൂടുവെള്ളം യൂസ് ചെയ്യാവൂ. പല പേഷ്യൻസും ഞങ്ങളുടെ ഇവിടെ വരുന്നുണ്ട്, ചൂടുവെള്ളം കാലിലോട്ട് ഒഴിച്ച് അതൊരു പൊള്ളലായിട്ട് മാറുന്നു. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ഇത് സാധാരണ പച്ചവെള്ളമാണ്. അതിൽ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം. ഒരു 3 to 5 മിനിറ്റ്സ് നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫുഡ് കെയറിലോട്ട് പോകും. ഇതൊരു 2 to 3 മിനിറ്റ്സ് 3 to 5 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഡിപ്പെൻസ് നമ്മൾ നെയിലിൻ്റെ കട്ടി അനുസരിച്ചാണ് നമ്മളിത് വെക്കുന്നത്. നമ്മുടെ കാല് കുതിർത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നെയിൽസ് കട്ട് ചെയ്യുന്നതിലോട്ട് ആദ്യം നമ്മൾ വലത്തെ കാലിലാണ് ചെയ്യുന്നത്.
നമ്മൾ പേടിക്കേണ്ട, മുറിയത്തൊന്നുമില്ല, വളരെ സേഫാണ്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സ്റ്റെറിലൈസ്ഡ് ആണ്. ഞങ്ങൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് നെയിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. മെഷീൻസ് ഞങ്ങൾക്ക് വേറെ ഉണ്ട്. മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വേറെ ടെൻഷനൊന്നും വേണ്ട, വളരെ സേഫാണ്. നമ്മളെപ്പോഴും നഖം വെട്ടാൻ നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും തൊലി ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രമേ നഖം വെട്ടാവൂ. കാരണം സ്കിന്നിനോട് ചേർന്നാണ് ഇരിക്കുന്നത് നെയിൽ. അപ്പോൾ നമ്മളിതുപോലെ സ്കിന്നിന് ഇതിൽ ഇങ്ങനെ പിടിക്കുക. ഇത് ഹാർഡ് ആയതുകൊണ്ട് നമുക്ക് സാധാരണ നഖം വെട്ടി കൊണ്ട് വെട്ടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതുപോലുള്ള നെയിൽ കട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ എത്രത്തോളം തിക്കനിങ് ആണെന്നുള്ളത് കണ്ടില്ലേ? നഖം ഒത്തിരി വളർന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അഴുക്ക് കയറിയിരുന്നൊരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് നമ്മൾ നെയിൽ കട്ടിങ്ങിൻ്റെ അത് കഴിഞ്ഞു. ഇപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പോഡിയാട്രിസ്റ്റിൻ്റെ കൈകളിൽ മാത്രമേ നമ്മുടെ കാലുകൾ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഇതിനകത്ത് വെട്ടുന്ന രീതിയിൽ വളരെ എക്സ്പേർട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിവുകൾ വരാം. ഈ മുറിവുകൾ ഭാവിയിൽ ആ ഒരു വിരൽ തന്നെ പോകാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ നെയിൽ സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നെയിൽ കട്ടർ യൂസ് ചെയ്താൽ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിൻ്റെ നെയിൽസ് കട്ട് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ബോൺ കട്ടേഴ്സ് പോലുള്ള നെയിൽ കട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഗ്രൈൻഡ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പെഡിഫൈൽ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ്. പെഡിഫൈൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ആണുള്ളത്. ഈ സ്റ്റോൺസ് വെച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഗ്രൈൻഡ് ചെയ്യുന്നത്. അതിനകത്ത് എഡ്ജസ് ഗ്രൈൻഡ് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനുള്ള നെയിൽസ് ഗ്രൈൻഡ് ചെയ്യാനുള്ളതുണ്ട്, ഷേപ്പ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നഖങ്ങൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇതിന് രണ്ട് രീതിയിൽ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഉള്ള സ്പീഡാണ്. അത് നമ്മളൊരു സ്പീഡ് റേഞ്ച് വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. രണ്ടെന്ന് പറയുന്നത് നമ്മൾ കാലിലാണ് സ്പീഡ് നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ കാലിലായിരിക്കും നമ്മൾ സ്പീഡ് നിയന്ത്രിക്കുന്നത്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫൂട്ടിലുള്ളതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മളല്ലാതെ ഓട്ടോമാറ്റിക്കലി ഇടാൻ നേരം നമുക്ക് ചിലപ്പോൾ എല്ലായിടത്തും ഒരേ പോലുള്ള ഗ്രൈൻഡിങ് വേണമെന്നില്ല. കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള നെയിൽസ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ വേണ്ട. അതുകൊണ്ട് കൂടുതലും നമ്മൾ കാലിലാണ് ഇത് ചെയ്യുന്നത്. പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സോളം പ്രൊസീജിയർ ചെയ്യാനായിട്ട് വരും. കറണ്ട് സിനാരിയോ അനുസരിച്ച് നമുക്ക് എന്ത് സാധനവും ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഒരു നഖം നമ്മൾ, അതായത് ലാസ്റ്റ് ടോ നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായതാണ് അതിൻ്റെ എത്രത്തോളം മറ്റ് ടോയെ വെച്ച് ഇത് എത്രത്തോളം നീറ്റായിട്ടുണ്ടെന്നുള്ളത്. ചെയ്ത നെയിലാണ്. നമ്മുടെ ഫുഡ് കെയർ കഴിഞ്ഞ നെയിൽ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടില്ല, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ കാലിലെ നാത്തിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻ്റായിട്ട് വന്നിട്ടുണ്ട്. ക്വാളിറ്റിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഫുഡ് കെയറിൽ നെയിലിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നെയിൽസിലെ ഗ്രൈൻഡിങ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അതൊന്നും കൂടെ ലെവൽ ചെയ്യുന്നതാണ്. നെയിൽസ് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് എഡ്ജസൊക്കെ ഒന്ന് ഷേപ്പ്ലെസ് ആയിട്ടുള്ള എഡ്ജസൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി നീറ്റാക്കുന്നൊരു നെയിൽസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരു സ്റ്റോൺ ഉപയോഗിച്ചാണ് നെയിൽസ് എല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞത്. ഇനി നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള സ്കിന്നും ഇതിനകത്ത് ഡ്രൈ ആയിട്ടിരിക്കുന്നതും തൊലി കട്ടിയായിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ പ്രത്യേകതരം ഒരു സ്റ്റോൺ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാലിൻ്റെ വന്നതും ചെയ്തതിന് ശേഷമുള്ളതും കണ്ടിട്ടുണ്ട്. ഫുഡ് കെയറിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടായ കാല് നന്നായിട്ട് കഴുകുക എന്നുള്ളത് നല്ല സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞങ്ങൾ വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം.
ബിറ്റ്വീൻ ദി നെയിൽസ്, ബിറ്റ്വീൻ ദി ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഈർപ്പം ഇരിപ്പുണ്ടോ എന്നുള്ളത് നോക്കണം. ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാല് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെറ്റാക്കി ബിറ്റ്വീൻ ദി ടോ നമ്മൾ ഡ്രൈ ആക്കി അതിനുശേഷം ഫംഗസ് ഇൻഫെക്ഷനൊന്നും ഇല്ലാത്തൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നഖത്തിനിടയിൽ നമ്മൾ ടാൽക്കം പൗഡർ കിട്ടും. സാധാരണ നമ്മൾ ടാൽക്കം പൗഡർ, ഈ ടാൽക്കം പൗഡർ നമ്മൾ വിരലിനിടയിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടാൽക്കം പൗഡറും കൂടെ ഇട്ടിട്ട് നമുക്ക് രാത്രി ചെയ്താൽ മതി. ഇടുക, ഇതുപോലെ യൂസ് ചെയ്യുക, കിടക്കുക. രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ കാല് നന്നായിട്ട് കഴുകിക്കളയാം. ഇടത്തെ കാലിലും നമ്മൾ വലത്തെ കാലിൽ ചെയ്തതുപോലെ തന്നെ ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കപ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിരലിനിടയിൽ ഉണക്കാൻ നമ്മൾ മറന്നു പോകരുത്. കാരണം വിരലിനിടയിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് വാസലിൻ, ഏതെങ്കിലും മോയ്സ്ചറൈസർ കാലിൽ പുരട്ടുക എന്നുള്ളതാണ്. മോയ്സ്ചറൈസർ പുരട്ടാൻ നേരത്ത് ഇൻ ബിറ്റ്വീൻ ദി ടോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വിരലിനിടയിൽ ഈർപ്പം ഇരിക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാലുകൾ എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. അദ്ദേഹം ഇപ്പോഴും നമ്മൾ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കാളും ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലുകൾക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഫുഡ് കെയർ ചെയ്ത കാലാണ്. നേരത്തെ വന്നപ്പോൾ നമ്മൾ കണ്ട കാലിനെക്കാട്ടിലും നല്ല ആ കാലാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. എന്തിനാണ് നമ്മൾ പറയുന്നത്, മുഖം സൂക്ഷിക്കുന്ന പോലെ കാല് സൂക്ഷിക്കണമെന്ന്. ഇനി ഈ പേഷ്യൻ്റ് വീട്ടിൽ ചെന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടി ഞങ്ങളൊരു കിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പലർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാറില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ബോക്സിനകത്ത് അതിനകത്തൊരു സോപ്പ് വെച്ചിട്ടുണ്ട്, ഒരു ടവലുണ്ട്, ഒരു ബ്രഷുണ്ട്, ഒരു ഹാൻഡ് മിററുണ്ട്, ഒരു നെയിൽ ഫയലുണ്ട്, ഒരു നെയിൽ കട്ടറുണ്ട്, ഒരു പൗഡറുണ്ട്, ഒരു മോയ്സ്ചറൈസിങ് ക്രീം, സോക്സ്. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ പലരോടും നമ്മൾ പറയുമെങ്കിൽ ഇത് കാല് കട്ടിയുള്ള ഭാഗം ഒന്ന് ഉരയ്ക്കണമെന്നൊക്കെ പറയുമ്പം പ്യൂമിക് സ്റ്റോണിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി എന്താണ് വീട്ടിൽ ചെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബേസിൻ എടുത്തിട്ട് കുറച്ച് ചെറു ചൂടുവെള്ളം എടുക്കുക. കാരണം ചെറു ചൂടുവെള്ളം തന്നെ വേണം. നമ്മുടെ കയ്യിൽ ഒഴിച്ച് നോക്കണം. ചൂട് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ കാല് അതിനകത്ത് വെക്കാവുള്ളൂ. കാരണം പല പേഷ്യൻസും കാലിൽ സെൻസേഷൻ പോയിട്ട് തിളച്ച വെള്ളം കാലിൽ ഒഴിച്ച് വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് എപ്പോഴും നമ്മൾ ചൂട് ടെസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പാടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിനകത്ത് കാലൊന്ന് മുക്കി വെച്ച് ഒരു 5 തൊട്ട് 10 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. ഇത് ഇവർക്ക് വീട്ടിൽ ചെന്നാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് കാല് സോപ്പിട്ട് കഴുകുക. അതിനാണ് സോപ്പ് വെച്ചിരിക്കുന്നത്. സോപ്പിട്ട് കഴുകിയിട്ട് കാല് വൃത്തിയായിട്ട് ടവലിട്ട് തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ ഇടഭാഗം, വിരലിൻ്റെ ഇടഭാഗങ്ങൾ നല്ല വൃത്തിയായി തുടച്ചിട്ട് ടാൽക്കം പൗഡർ ഇടുക. ടാൽക്കം പൗഡർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വിരലിൻ്റെ ഇടയ്ക്ക് ഡ്രൈ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാം. നേരെ മറിച്ച് ഇപ്പോൾ പേഷ്യൻറ്റിന് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ടാൽക്കം പൗഡറിന് പകരം നമ്മൾ ആൻറ്റി ഫംഗൽ പൗഡറാണ് കൊടുക്കുന്നത്. പിന്നെ ചെയ്യേണ്ടത്, ഈ ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും കാല് വളരെ ഡ്രൈ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അവരുടെ കാലിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടണം. അത് വാസലിനായാലും മതി. പിന്നെ പകലൊക്കെ കുളിക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ പുരട്ടി കുളിക്കുക. കിടക്കാൻ നേരത്ത് വെളിച്ചെണ്ണ പുരട്ടിയാൽ ചിലപ്പോൾ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാസലിനോ മോയ്സ്ചറൈസിങ് ക്രീമോ ഏതെങ്കിലും കാലിൻ്റെ പാദങ്ങളിലും മുട്ടുവരെയും പുരട്ടുക. അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ അടിഭാഗം എന്നും കാലത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഈ കൈക്കണ്ണാടി, കാരണം കുനിഞ്ഞ് നോക്കാൻ പറ്റില്ല കാലിൻ്റെ അടിയിൽ, അതുകൊണ്ട് ഒരു കൈക്കണ്ണാടി കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് എന്തെങ്കിലും കറുത്ത പാടോ കട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. പിന്നെ ഈ ബ്രഷ് എന്താ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സോപ്പിട്ട് കഴിയുമ്പോൾ കാലിൻ്റെ സൈഡ് വൃത്തിയാക്കണം. നമ്മൾ സാധാരണ കാല് കഴുകുമ്പോൾ
എപ്പോഴും കല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല. എപ്പോഴും കല്ലിൽ കഴുകുകയാണെങ്കിലും കല്ലിൽ കാലുരയ്ക്കുകയാണെങ്കിൽ ഒരു വശത്തേക്ക് കാലുരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്യൂമിക് സ്റ്റോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ വശത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കാല് ഫിഷേഴ്സ് ഉണ്ടെങ്കിൽ അത് അൾസറാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വശത്തോട്ട് മാത്രമേ ഈ കല്ല് വെച്ച് ഉരയ്ക്കാവുള്ളൂ. പിന്നെ ഉള്ളത് ഒരു നെയിൽ കട്ടറുണ്ട്. നെയിൽ കട്ടർ എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ചിലരോട് നഖം വെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ബ്ലേഡ് കൊണ്ടാണ് അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ടാണെന്ന് പറയും. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചാൽ കാലിൽ മുറിവ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് അവയർനെസ്സിന് വേണ്ടി ഒരു നെയിൽ കട്ടർ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിനും നെയിൽ കട്ടർ വെച്ച് വെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ നെയിൽ ഫയൽ ഉപയോഗിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് നഖം ട്രിം ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ നെയിൽ ഫയൽ വെച്ചിരിക്കുന്നത്. പിന്നെ സോക്സ് വെച്ചിട്ടുണ്ട്. സോക്സ് എന്തിനാണെന്ന് വെച്ചാൽ കാലിൽ വളരെ ഈർപ്പം വരാം ചില പേഷ്യൻസിന്. അങ്ങനെയുള്ളവർക്ക് കോട്ടൺ സോക്സ് ഉപയോഗിക്കുക. അല്ലാതെ ഈ സോക്സ് ഇടുമ്പോൾ വളരെ ടൈറ്റാകാൻ പാടില്ല, നൈലോൺ പാടില്ല. അങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്താൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ കാല് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കും. അപ്പോൾ നമുക്ക് കാല് മുറിച്ച് കളയേണ്ട ആവശ്യം വരികയില്ല.